പാട്ടുകൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി സിറ്റുവേഷൻസും ആ സിറ്റുവേഷൻസ് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഒരു സിനിമയും പിറന്ന കഥ. വെൽക്കം ടു ടുഡേസ് മ്യൂസിക്കൽ യാൻ, ദ സ്റ്റോറി ബിഹൈൻഡ് സോങ്സ്. എൻ്റെ 7 പാട്ടുകളുടെ ട്യൂൺ ഉണ്ട്. ആ 7 പാട്ടുകളും സൂപ്പർ ഹിറ്റ് ആവും എന്നെനിക്ക് ഉറപ്പാണ്. പക്ഷേ ഈ 7 സോങ്സും ഞാൻ ഒരൊറ്റ സിനിമയിലേക്ക് തരും. ഇളയരാജയുടെ ഈ ഒരു കോൺഫിഡൻസിന് മുന്നിൽ പല ഡയറക്ടേഴ്സും പിൻവാങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് തമിഴിലെ ഡയറക്ടറായ ആർ സൗന്ദര്യരാജന് ഇത് വളരെ ചലഞ്ചിങ് ആയി തോന്നിയത്. അദ്ദേഹം പോയി പാട്ടിൻ്റെ മ്യൂസിക്കൊക്കെ കേട്ടു, എന്നിട്ട് ആ മ്യൂസിക്കിന് പറ്റിയ സിറ്റുവേഷൻസ് ഉണ്ടാക്കി, ആ സിറ്റുവേഷൻസിന് വേണ്ടി സിനിമ ഉണ്ടാക്കി ഇളയരാജയെ ഇംപ്രസ് ചെയ്തു. ഇതാണ് 1984 പുറത്തിറങ്ങിയ വൈദേഹി കാത്തിരുന്നാൽ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു മൂവിയുടെ പ്രത്യേകത SPBയും യേശുദാസും ഒന്നുമില്ലാത്ത P. ജയചന്ദ്രന്റെ ശബ്ദത്തിൽ മാത്രം അനശ്വരമായ മനോഹര ഗാനങ്ങളാണ്. രാസാത്തി ഉന്നെ പോലെയുള്ള ബ്യൂട്ടിഫുൾ സോങ്സ്. അപ്പൊ ഇതിലെ ഫേവറേറ്റ് സോങ് ഏതാണ് എന്നുള്ളത് നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്യണേ.